ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. ലൈവിൽ മത്സരാർത്ഥികൾക്ക് ഈ ആഴ്ചയിലേക്കുള്ള സാധനങ്ങളെല്ലാം എത്തി. അങ്ങനെ എല്ലാരും കൂടി സ്റ്റോർ റൂമിലേക്ക് പോകുമ്പോൾ നെവിൻ പറയുന്നുണ്ട്, മാറി നിൽക്കാം അങ്ങോട്ട്. ഞങ്ങളാണ് കിച്ചൺ ടീം. ഞങ്ങൾ കിച്ചൺ ടീം അവിടെ നോക്കി നിൽക്കാൻ വന്നതല്ല. ഞങ്ങളുടെ റേഷൻ കൊണ്ടുവെക്കാൻ ഞങ്ങൾക്കറിയാന്നിങ്ങനെ നെവിൻ അവിടെ ഒരു തമാശ പോലെ പറയുന്നു. പിന്നീട് അതെല്ലാം കഴിഞ്ഞ് നെവിൻ പറയുന്നു, 31 ഓറഞ്ച് ഉണ്ട്, ഓരോന്ന് വീതം എല്ലാവർക്കും കൊടുക്ക്. അപ്പോൾ ആദിലയും നൂറയും അത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോകുന്നു. അപ്പൊ നെവിൻ വീണ്ടും പറയുന്നു, ഇതെല്ലാവർക്കും കൂടി ഉള്ളതാണ്, അതുകൊണ്ട് എല്ലാവർക്കും ഓരോന്ന് വീതം കൊടുക്കെന്ന് പറഞ്ഞ് നെവിൻ ആ ഓറഞ്ചിൽ ജസ്റ്റ് ഒന്ന് തൊടുമ്പോഴേക്കും നൂറ പറയുന്നുണ്ട്, നീ അത് തൊടല്ലേ. അപ്പൊ നെവിൻ പറയുന്നു, ഞാനത് തൊട്ടെന്ന് വെച്ച് ഞാനത് കട്ടെടുക്കാൻ വന്നതല്ല, കേട്ടല്ലോ, ഞാൻ കള്ളനൊന്നല്ല എന്നിങ്ങനെ പറയുമ്പോ നൂറ പറയുന്നുണ്ട്, നീ അങ്ങനെയൊക്കെ ഇവിടെ ചെയ്തത് കൊണ്ട് നീ അത് തൊടാൻ വന്നപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പൊ നെവിൻ പൊട്ടിത്തെറിക്കുന്നുണ്ട്, ഇനി മുതൽ ഞാൻ ഇവിടെ ഒരു സാധനവും കട്ടെടുക്കില്ല, അതുകൊണ്ട് ഇനി മേലാൽ ഞാൻ കട്ടെടുത്തൊന്നും ഞാൻ കള്ളനാണെന്ന് പറഞ്ഞാൽ എന്റെ താനി സ്വഭാവം കാണും, മൈൻഡ് യുവർ വേർഡ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നെവിൻ അവിടെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. ലാലേന്റെ ഇന്നലത്തെ വാണിങ്ങോട് കൂടി നെവിൻ തമാശയും ചേരിയും കളിയൊക്കെ വിട്ട് കുറച്ച് സീരിയസ് ആയി. അങ്ങനെ ബാത്റൂമിൽ വന്നിട്ട് നെവിൻ ചൈത്യയുടെ അടുത്തായിട്ട് പറയുന്നു, ഞാൻ ഇവിടെ തമാശ പറയാൻ വേണ്ടിയല്ല വന്നത്, ഇനി ഞാൻ കാണിച്ചു തരാം, ഇവിടെയുള്ള എല്ലാത്തിനെയും ഞാൻ പൊളിച്ചടക്കി തരാം, ഇനി അനുഭവിക്കും, ഈ ഒരാഴ്ച ഞാൻ കാണിച്ചു തരാം. അന്ന് അതിലെയും നൂറയും ആപ്പിളെടുത്ത് മാറ്റി വെച്ചു, അപ്പോൾ അവരെ ആപ്പിൾ കളികളല്ലേ, ലാലേട്ടൻ വരട്ടെ, ഇനി എണ്ണി ഞാൻ പറഞ്ഞു കാണിച്ചു തരാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ലൈവിൽ നെവിൻ പൊട്ടിത്തെറിക്കുന്നതാണ് ലൈവിൽ കാണിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഓട്സ് ലൈവ് അപ്ഡേഷനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.